அண்ணா பார்க் சார். பேர் வந்து இது பார்க்கா அண்ணா பார்க்கு. இதெல்லாம் வந்து சில்ட்ரன்ஸ் பார்க் இருக்குது, அண்ணா பார்க் இருக்குது. மற்றபடி எல்லா வகையான பூட்டும் இருக்குங்க சார். ഇത് ഈ പാർക്കിൻ്റെ പേരാണ് അണ്ണാ പാർക്ക്. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ പാർക്കാണ്. ஆமாம், தாருல் பூங்கா, மான் பூங்கா, അടുത്തത് അണ്ണാ പൂങ്ക. അങ്ങനെ മൂന്നാമത്തെ പാർക്കിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പാർക്ക് നോക്കിയേക്ക്. ഇത്രയും വലിയൊരു ക്രിസ്മസ് ട്രീ മരം എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് കണ്ടോ ഒരു ക്രിസ്മസ് ട്രീയുടെ മരം. ഇത് കണ്ടോ? ഇത് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇതൊരു ക്രിസ്മസ് ട്രീ മരമാണെന്ന്? ഇത്രയും വലുത് എങ്ങനെയായെന്നുള്ളതാണ് മനസ്സിലാവാത്തത്. ഇതുണ്ടോ? ഇതെന്നാ ഭയങ്കര ഒരു ക്രിസ്മസ് ട്രീ മരമാണെന്ന് നോക്കി. ഇതുണ്ടോ? ആളോട് പറഞ്ഞാൽ അത് വിശ്വസിക്കുമോ? ഇത്രയും വലിയ മരം ക്രിസ്മസ് ട്രീ. അതുകൊണ്ട് ഇവിടെ റോസാ പുഷ്പങ്ങളാണ്. അതുകൊണ്ടോ റോസാ പുഷ്പങ്ങൾ വേണ്ട നോക്കിക്കോ. ഇത് ഇവിടുത്തെ മരങ്ങൾ വെട്ടിക്കളഞ്ഞതാണോ അതോ ഇതുപോലെ ഇത് കൊണ്ട് സ്ഥാപിച്ചാണോ എന്നറിയത്തില്ല. എന്തായാലും ഇതല്ല, ഇതുപോലെ കുറേ എണ്ണം ഉണ്ട് ഇവിടെ. കേട്ടോ നോക്കിക്കേ. ഇതുണ്ടോ അടുത്തൊരു ക്രിസ്മസ് ട്രീ മരം. ഇത് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഇത്രയും വലിയ മരം ഉണ്ടെന്ന് പറഞ്ഞാൽ ക്രിസ്മസ് ട്രീയുടെ? ഇത് കണ്ടോ? ചെടികൾ കണ്ടോ? போயிடலாந்துல்லே. நான் தான் இதை முடிச்சுட்டு தம்பி அவர் வந்து அவர் 2-3 பையன் மட்டும் காட்டிட்டு இந்த ப்ரோக்ராம் முடிச்சுட்டு உடனே நான் வந்துடுறேன். അണ്ണൻ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പലതും എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും ഇത് കണ്ടോ? ഇതെന്നാ? ஃப்ளோர் ஸ்டால். ஃப்ளோர் ஸ்டால் அதனால தான் க்ளீன் பண்ணிட்டுருக்குறாங்க. க்ளீன் பண்ண உடனே அந்த ஃப்ளோர் ஸ்டால் வச்சுருக்காங்க. ഇത് മുഴുവൻ ചില്ല. ഇത് കണ്ടോ? க்ளீனிங். ഇത് കണ്ടോ? കണ്ണാടി. ഇത് കണ്ടോ? ചില്ല. ഇത് കണ്ടോ? മുഴുവൻ ചില്ല് കൊണ്ടുണ്ടാക്കിയേക്കുന്നൊരു ഗഡറാണ്. അത് ഈ മൂർത്തിയണ്ണൻ ഇവിടെ എല്ലാവരെയും നല്ല പരിചയമാണ്. അത് കണ്ടോ? ഇതുപോലുള്ള ഒരാളെ കിട്ടിയത് എന്തായാലും ഭാഗ്യം. ഇതുപോലെ ഒരാളെ കിട്ടിയത് എന്തായാലും വലിയ ഭാഗ്യമായി. ഇത് കണ്ടോ? ഇവിടുത്തെ ഒരു വലിയൊരു പ്രത്യേകത എല്ലാ ബോർഡും പിന്നെ തമിഴിലാണ്, ഇംഗ്ലീഷിൽ ബോർഡൊന്നുമില്ല. കണ്ടോ? ഇതാണ് ആ ഗ്ലാസ് ഇട്ട ആ വീട്. കണ്ടോ? കാണാൻ പറ്റുന്നുണ്ട്. ഇതുണ്ടോ? ഗ്ലാസ്, ഫുൾ ഗ്ലാസ്സാണ്. ഇതിന് നടുക്കായിട്ടൊരു ആൽമരം നിപ്പുണ്ട്. ഇതുണ്ടോ? நான் அந்த வேலையை தான் தம்பி அழைஞ்சிட்டு இருக்கிறேன் அவர் கூட. அண்ணா பார்க்க தான் இருக்கேன் நான். அவர் கூட இது பண்ணுறாங்க பிரச்சனை மாதிரி ஒன்று ரெடி பண்ணிக்கிறாங்க. ഇതുണ്ടോ? ഇതുണ്ടോ? നല്ല കാറ്റാട്ടോ ഇവിടെ. നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. ഉണ്ടോ? ഇപ്പോൾ മെയ് മാസമല്ലേ? മെയ് മാസത്തിൽ മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം നല്ല ചൂടുള്ളപ്പം ഇവിടെ നല്ല തണുപ്പാണ്. കണ്ടോ? നല്ല എയർ, നല്ല ഫ്രഷ് എയർ, നല്ല തണുപ്പാണ്. ഉണ്ടോ? ഏത് കാലാവസ്ഥയിലും ഇവിടെ വരാം. ഇപ്പോൾ പിന്നെ നവംബർ ഡിസംബറൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഈ ക്ലൈമറ്റ് இப்போ நல்ல கிளைமேட் அருமையாக இருக்குது சார். சூப்பர் கிளைமேட் இருக்குது. உங்களுக்கு வந்து ஒன்று 10 நாளைக்கு ஜூன் ഈ തണുപ്പ് എപ്പോഴാണ് വരുന്നത്? തണുപ്പ് ടണ്ട மழை
மழை மழை நேரம் எப்படினாலும் வருங்க உங்களுக்கு. மேகக்கூட்டம் கூட்டிட்டாவே மழை தான் வரும். நல்ல தணுப்பு கோல்டு கிளைமேட். கோல்டு கிளைமேட்னா உங்களுக்கு 4 o'clockலேருந்து 8 o'clock வரைக்கும். ஒன்ஸ் ஏது மாதம் வருது? ഡിസംബർ தான். നവംബർ ഡിസംബർ அக்டோபர் நவம்பர் டிசம்பர் തണുപ്പ്. அக்டோபர் நவம்பர் டிசம்பர் 3 மாதமும் நல்லாவே இருக்குங்க. സെറ്റർ ഇടേണ്ടി വരുമോ? സെറ്റർ ஹேப்பர் கொப்பி எல்லாமே போட்டு தான். ഇപ്പോൾ നവംബർ ഡിസംബറിലൊക്കെ നല്ല തണുപ്പാണ്. അന്നേരം നല്ല സെറ്ററും തൊപ്പിയൊക്കെ വെക്കേണ്ടി വരും. ഇപ്പോൾ തന്നെ തണുപ്പുണ്ട്. 4 മണി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്. ഇത് കണ്ടോ? ഇതൊക്കെ ഇതൊക്കെ ഓരോ സംസ്ഥാനത്തെ ഭരണാധികാരികളുടെ പ്രത്യേകത ഏതെല്ലാം. ഇത് കണ്ടോ? ഓരോ സംസ്ഥാനം ഭരിക്കുന്ന ആ ഭരണാധികാരികളുടെ ഒരു പ്രത്യേകത ഇല്ലാത്തതുണ്ട്. ഇതുപോലെ ദീർഘദർശനമുള്ള ഭരണാധികാരികൾ വേണം. ദീർഘദർശനമുള്ള ഭരണാധികാരികളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ രാജ്യത്തിനോ നമ്മുടെ സംസ്ഥാനങ്ങൾക്കൊക്കെ ഒരു പുരോഗതി ഉണ്ടാവുകയുള്ളൂ. എന്തിനേയും ഏതിനെയും എതിർക്കുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ രാജ്യത്തിന് ഒരു പുരോഗതി ഉണ്ടാവില്ല. ഇത് കണ്ടോ? നീ നോക്കി, ഈ ഏർക്കാട്ടിൽ തന്നെ ഇപ്പോൾ നമ്മൾ 3ാമത്തെ പാർക്കാണ് കാണുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ ഇവർ ഈ പ്രകൃതി ഇതുണ്ടോ? ഡാലിയ ഉണ്ടോ? ഡാലിയ നിൽക്കുന്നുണ്ടോ? ഉണ്ടോ ഡാലിയ? ഇതുണ്ടോ? ഇതെല്ലാം ഡാലിയയാണ്. ഈ ഡാലിയയിൽ തന്നെ ഉണ്ടോ പല കളറുണ്ട്, പല കളറ് ഉണ്ടോ. അവിടെ നോക്കുമ്പോൾ യെല്ലോ കളർ, ഇത് ഉണ്ടോ പിങ്ക് കളർ വന്നിട്ടുണ്ട്. ഇത് കണ്ടോ? ഇത് വേറൊരു സൈസ് പൂക്കൾ. ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കാന്ന് തോന്നും, പക്ഷേ ഇതൊക്കെ ഒറിജിനലാണ്. എല്ലാം നാച്ചുറൽ ഫ്ലവേഴ്സാണ്. ഇതെല്ലാം നാച്ചുറൽ ഫ്ലവേഴ്സ്. നാച്ചുറൽ ഫ്ലവറാണ് ഇതെല്ലാം. ഉണ്ടോ? ഇത് നമ്മുടെ നാട്ടിലെ വെന്തിപ്പൂ, മാരിഗോൾഡ്. ഇനിയിപ്പോൾ നമുക്ക് പുറത്തേക്ക് പോവുകയാണ്. വേണ്ട, ഇതൊക്കെ ഉണ്ടോ ഓരോ മരങ്ങൾ. ഇത് നമ്മുടെ പന. ഉണ്ടോ? തമിഴ്നാടിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തമിഴ്നാടൊക്കെ എത്ര ഡെവലപ്പാണെന്നൊന്ന് ആലോചിച്ച് നോക്കാം. മറ്റുള്ള നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ തമിഴ്നാടൊക്കെ എത്ര അധികം ഡെവലപ്പാണ്. അതുകൊണ്ടോ? ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടോ? ഇത് ഒരു ചെറിയ കുളമാണ്. ഇത് കേട്ടോ, നോക്കി എത്ര സുന്ദരമാണെന്ന് ആലോചിച്ച് നോക്കാം. ഈ കുളം എത്ര സുന്ദരമാണെന്ന്. ഇതൊക്കെ ഇങ്ങനെ ഡിസൈൻ ചെയ്തൊക്കെ എടുക്കാനായിട്ട് ഇതൊക്കെ ഓരോ മനുഷ്യരുടെ കാഴ്ചപ്പാടാണ്. ഇത് വൈറ്റ് റോസ് ആണ്, വൈറ്റ് റോസാണ്. കേട്ടോ? ഇതൊക്കെ ഏത് സൈസ് ഫ്ലവേഴ്സാണ്. ഇതിൻ്റെ ഒന്നും പേരൊന്നും അറിയത്തില്ല എങ്കിൽ പോലും നമ്മുടെ പ്രകൃതി എത്ര സുന്ദരമായിട്ടാണ്. ദൈവത്തിൻ്റെ കലാസൃഷ്ടി, ദൈവത്തിൻ്റെ സൃഷ്ടി. നമ്മളിതൊക്കെ കാണുമ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടി എത്ര മനോഹരമാണെന്ന്. ഈ പ്രകൃതിയെ ദൈവം എത്ര ഭംഗിയായിട്ടാണ് അണിയിച്ചൊരുക്കിയേക്കുന്നത്. ഉണ്ടോ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട് നമ്മൾ ഒരുങ്ങാൻ പാടില്ല എന്നൊക്കെ പറയും. പക്ഷെ പ്രകൃതി എത്ര ഭംഗിയായിട്ടാണ് ദൈവം അണിയിച്ചൊരുക്കിയേക്കുന്നത് എന്നാലും ചോദിക്കുക. ഉണ്ടോ? നോക്കി, അതുണ്ട്. അതൊരു പ്രത്യേക തരം. ഇവിടെ പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക, പെയിൻ്റ് അടി നടന്നുകൊണ്ടിരിക്കുക. അതുണ്ടോ?